അച്ഛനെപ്പോഴും കളിച്ച് തുടങ്ങിയിട്ട് അത് കാണും. അപ്പോഴേ സംസാരിക്കാനും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. തളർന്നു പോവുകയാണ് ചെയ്തത്. സ്ഥിരമായിട്ട് എന്തിനൊക്കെയാണ് മരുന്നടിക്കുന്നത്? ഷുഗറും പ്രശ്നവുമായിട്ട്. What's the case? A known case of hypertension and delay presenting with complaints of left side weakness and fluids since today 8:30 a.m. and on ADC it was okay. This is BP variation, that is 200 or 120 and 56. Okay, what are the vitals? So vitals are stable. ഹലോ 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 ചേട്ടാ, എന്താ പേര്? എന്താണ് പേര്? എത്ര വയസ്സായി? ഓക്കെ, കണ്ണു തുറക്ക്. മാസ്ക് ഒന്ന് മാറ്റുന്നുണ്ടേ. ഒന്ന് ചിരിച്ചേ, ഒന്ന് പല്ല് പറഞ്ഞേ, പല്ല് പറഞ്ഞേ, ഈ കാണിച്ച്. ചേട്ടാ ഈ കൈയൊന്ന് പൊക്കിയേ, കൈയൊന്ന് പൊക്കി. ചേട്ടാ പിടിക്ക്, വിരല് പിടിക്കാവോ? We suspect CVA. Patient is in window period. So announce code stroke and shift the patient to CT. Code stroke. In emergency medicine department. Code stroke. In emergency medicine department. ഹെമറേജിക് ചേഞ്ചസ് ഒന്നും കാണുന്നില്ല. ഇത് ഇഷീമിക് ചേഞ്ചസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ത്രോംബോലൈസിസ് സ്റ്റാർട്ട് ചെയ്യാം. സെറ്റ് ചെയ്തോളൂ, ആൻറ്റിബയോട്ടിക്സ് റെഡി ആക്കും കേട്ടോ. ഈ കാലയളവിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു രോഗാവസ്ഥയാണ് സ്ട്രോക്ക്. സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ മസ്തിഷ്കാഘാതം. ഇത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് കണ്ടുവരുന്നത്. ഒന്നാമതായി ഇഷീമിക് ടൈപ്പ്, മറ്റൊന്നാണ് ഹെമറേജിക് ടൈപ്പ്. ഇഷീമിക് ടൈപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തലച്ചോറിലേക്കുള്ള രക്തക്കുഴലുകളിൽ ബ്ലോക്ക് വരുന്നത്, എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് വരുന്ന ബ്ലോക്ക് കാരണമാണ് ഇഷീമിക് ടൈപ്പ് ഉണ്ടാകുന്നത്. മറ്റൊന്നാണ് ഹെമറേജിക് ടൈപ്പ്. ഹെമറേജിക് സ്ട്രോക്കിൻ്റെ കാരണം നമ്മൾ വല്ല ആക്സിഡൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ തലയിൽ വല്ല ബ്ലീഡിങ് വരാം, അല്ലെങ്കിൽ നമ്മുടെ ബ്ലഡ് പ്രഷർ കൂടുന്നത് കാരണം ബ്ലീഡിങ് വരാം. അടുത്തതായി നമുക്ക് എങ്ങനെ സ്ട്രോക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം എന്നുള്ളതാണ്. സ്ട്രോക്കിൻ്റെ കാര്യത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ടൈമാണ്. അത് കാരണം നമ്മൾ അത് എത്രയും പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്യുന്നു, അത്രയും പെട്ടെന്ന് നമുക്ക് ഇത് കാരണം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ തടയാൻ കഴിയും. അതിന് നമ്മളൊരു കോഡായിട്ടാണ് നമ്മൾ അതിൻ്റെ സിംറ്റംസിനെ പറഞ്ഞു വരുന്നത്. അതാണ് ഫാസ്റ്റ്. ഫാസ്റ്റിൽ എഫ് എന്ന് പറഞ്ഞാൽ ഫേഷ്യൽ സിമെട്രിയിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ. ഫേഷ്യൽ സിമെട്രിയിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ എന്തെല്ലാം തരത്തിലുണ്ടാകുമെന്ന് വെച്ചാൽ, നമ്മുടെ ചുണ്ടൊക്കെ ഒരു ഭാഗത്തേക്ക് കോടി, ആ രണ്ട് ഹാഫിനെ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് ഇതിൽ രണ്ടിലും വ്യത്യാസം വരും.
പിന്നെ ഒന്ന് ആ ആൾ ചിരിക്കുകയോ പല്ലിനെ കാണിക്കുന്ന സമയത്ത് ആ ചുണ്ട് ഒരു ഭാഗത്തേക്ക് കൂടിയ പോലെ നമുക്ക് ശ്രദ്ധയിൽപ്പെടാം. മറ്റൊന്നാണ് ആമിലുള്ള ഫൈൻഡിങ്സ്. ആം എന്ന് പറഞ്ഞാൽ നമ്മളെ കൈ, പിന്നെ നമുക്ക് കാലായാലും മതി. ഇതിലേതെങ്കിലും ഒരു ഭാഗത്ത് നമുക്ക് തളർച്ചയായിട്ട് തോന്നാം. ചിലപ്പോൾ ഒരു ഹാഫ് മൊത്തമായിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഹാഫ് തളർന്നു പോകാം, അല്ലെങ്കിൽ ഒരു കൈയിലോ ഒരു കാലിലോ അങ്ങനെയായിട്ടും സ്ട്രോക്ക് സംഭവിക്കാറുണ്ട്. സ്പീച്ചിലുള്ള ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ നമ്മൾ പറയുന്നതിൽ ചിലപ്പോൾ ഒരു ക്ലാരിറ്റി കുറയാം. വേറൊന്നാണ് ടൈം എന്ന് വെച്ചാൽ ഈ സിംറ്റംസ് കാണുന്ന സമയം നമ്മൾ നോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ അത് നമ്മൾക്ക് തുടർന്നുള്ള ട്രീറ്റ്മെൻറ്റിന് വളരെ ഉപകാരപ്രദമായി മാറും. അടുത്തതായി നമ്മൾക്ക് എമർജൻസി മാനേജ്മെൻറ്റ് ഓഫ് സ്ട്രോക്കിനെ കുറിച്ച് പറയാം. ഒരു സ്ട്രോക്ക് ഉണ്ടായ ഒരു പേഷ്യൻ്റ് ഹോസ്പിറ്റലിലെത്തി അവരെ എങ്ങനെയാണ് എമർജൻസി മാനേജ്മെൻറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ ബുദ്ധിമുട്ട് സംഭവിച്ച ശേഷം എത്ര സമയമായി എന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ആ സമയത്തിന് ഒരു 4.5 മണിക്കൂറിൻ്റെ ഉള്ളിലുള്ള സമയമാണെങ്കിൽ ഇതിനെയാണ് നമ്മൾ വിൻഡോ പീരീഡ് എന്ന് പറയുന്നത്. ജനറൽ അസസ്മെൻറ്റ് ചെയ്ത ശേഷം പേഷ്യൻറ്റിനെ സീറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. അതിൽ നിന്നും നമുക്ക് മാക്സിമം മനസ്സിലാക്കാൻ കഴിയും ഇത് ഇഷീമിക് ടൈപ്പാണോ അതോ ഹെമറേജിക് ടൈപ്പാണോ എന്ന്. ഇഷീമിക് ടൈപ്പ് ആണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അവിടെ ബ്ലോക്ക് ഉണ്ടായ സംഭവത്തിനെ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. ഈ സമയപരിധിക്കുള്ളിൽ നമ്മൾക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല മെഡിക്കേഷൻസ് ആണ് ത്രോംബോലൈറ്റിക് ഏജൻസ്. തുടർന്നുള്ള ട്രീറ്റ്മെൻറ്റ്സ് നമ്മൾ കൊടുക്കുന്നത് പേഷ്യൻറ്റിനെ ICUവിൽ പ്രവേശിപ്പിച്ചാണ്. ന്യൂറോ മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടറിലാണ് നമ്മൾ പേഷ്യൻറ്റിനെ അഡ്മിറ്റ് ചെയ്യാറുള്ളത്. പലരും ചോദിക്കുന്ന ഒരു പ്രധാന ചോദ്യമാണ്, എന്തുകൊണ്ട് സ്ട്രോക്ക് പേഷ്യൻസിന് ICU ആവശ്യമാണ്? അതിൻ്റെ ആദ്യത്തെ പ്രധാന കാരണം, ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ രോഗിയെ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന സാഹചര്യത്തിലല്ല ഈ അസുഖം പ്രോഗ്രസ് ചെയ്യുന്നത്. ഏകദേശം 72 മണിക്കൂർ സമയത്തോളം ഈ അസുഖത്തിൻ്റെ ഒരു പ്രോഗ്രഷൻ നടക്കുന്നുണ്ട്. ആ സമയത്തിനുള്ളിൽ രോഗി കൂടുതൽ സിക്കാവാനും കൂടുതൽ കോംപ്ലിക്കേഷൻസിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ സമയത്ത് നമുക്ക് രോഗിയെ കൃത്യമായി പരിചരിക്കേണ്ടതുണ്ട്. ഇനി രോഗി ത്രോംബോലൈസിസിന് വിധേയമായിട്ടുള്ള രോഗിയാണെങ്കിൽ ത്രോംബോലൈസിസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ക്ലോട്ട് അലിയിക്കുക എന്നുള്ളതാണ്. ഈ ക്ലോട്ട് അലിയിക്കുന്ന ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കോംപ്ലിക്കേഷൻ ബ്ലീഡിംഗ് ആണ്. ഈ ബ്ലീഡിംഗ് ഉണ്ടാകാനുള്ള സാധ്യത നമ്മൾ എപ്പോഴും മുന്നോട്ട് കണ്ടുകൊണ്ട് നമ്മൾ രോഗിയെ ഇൻറ്റൻസീവ് കെയറിൽ നമ്മൾ പരിചരിക്കേണ്ടതായിട്ടുണ്ട്. ഇനി മറ്റുള്ള കോംപ്ലിക്കേഷൻസ് ഈ സ്ട്രോക്കിൻ്റെ കൂടെ നമ്മൾ പലപ്പോഴും പല അസുഖങ്ങളും കാണാറുണ്ട്. ഹാർട്ടിൻ്റെ അസുഖങ്ങളാണ് പ്രധാനപ്പെട്ടതായിട്ട് കാണാറുള്ളത്. ഹാർട്ടിനുണ്ടാകുന്ന മിടിപ്പിനുണ്ടാകുന്ന വ്യത്യാസങ്ങൾ, കാർഡിയാക് ഫെയിലിയറുകൾ, അസോസിയേറ്റഡ് ആയിട്ടുള്ള ഇസ്കീമിക് ചേഞ്ചസ് എല്ലാം നമുക്ക് കൃത്യമായി ട്രീറ്റ് ചെയ്യേണ്ടതുണ്ട്. പിന്നെ ഈ രോഗികൾക്കെല്ലാം ഹൈപ്പർ ടെൻഷനും ഡയബറ്റീസും ക്രമാതീതമായി കൂടി കാണാറുണ്ട്. ഇത് കൺട്രോൾ ചെയ്യുന്നതിനും നമുക്ക് ഇൻറ്റൻസീവ് കെയറിൻ്റെ ആവശ്യമുണ്ട്. ഇനി നമുക്ക് ഹെമറേജിക് സ്ട്രോക്കിനെ കുറിച്ച് ആലോചിക്കാം. പ്രധാനമായും പ്രസൻറ്റ് ചെയ്യുന്നത് സിവിയർ ഹെഡേക്കോട് കൂടിയിട്ടാണ്. നല്ല തലവേദനയോട് കൂടിയിട്ടാണ് ഇത് പലപ്പോഴും പ്രസൻറ്റ് ചെയ്യാറുള്ളത്. ഇത് നമ്മൾ കണ്ടുപിടിക്കുന്നത് CT സ്കാനോ അല്ലെങ്കിൽ MRIയുടെ സഹായത്തോട് കൂടിയിട്ടാണ്. CT സ്കാനിലോ MRIയിലോ നമ്മൾ കണ്ടുപിടിക്കുന്ന ഹെമറേജിൻ്റെ അളവ് നമുക്ക് മെഷർ ചെയ്യാവുന്നതാണ്. ആ ഹെമറേജ്, ആ ഹെമറ്റോമ ബ്രെയിനിനെ എത്രമാത്രം കംപ്രസ് ചെയ്യുന്നു അല്ലെങ്കിൽ ICP എത്രമാത്രം കൂട്ടുന്നു എന്നുള്ളതിനെ ആസ്പദമാക്കിയിട്ടാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് നിശ്ചയിക്കുന്നത്. ചെറിയ ബ്ലീഡിങ്ങുകൾക്കെല്ലാം മരുന്നുകൾ മതിയാവുന്നതാണ്. അല്ലെങ്കിൽ വലിയ ബ്ലീഡിങ്ങുകളാണെങ്കിൽ നമുക്ക് പലപ്പോഴും ഓപ്പറേഷന് വിധേയമാക്കേണ്ടി വരാറുണ്ട്. ഇത് ഒരു ലൈഫ് സേവിങ് ഓപ്പറേഷനാണ്. സ്ട്രോക്ക് എന്ന അസുഖത്തിൻ്റെ 3-ാം ഘട്ടമാണ് റീഹാബിലിറ്റേഷൻ. എന്താണ് റീഹാബിലിറ്റേഷൻ? 1-ാമത്തെയും 2-ാമത്തെയും ഘട്ടം കഴിഞ്ഞ് രോഗി സ്റ്റേബിൾ ആയതിനു ശേഷം നമുക്ക് കാണാൻ സാധിക്കും പല കോംപ്ലിക്കേഷൻസും രോഗിക്കുണ്ടാകും. അതുപോലെ തന്നെ ന്യൂറോളജിക്കൽ ഡെഫിസിറ്റ്സുകളും രോഗിക്കുണ്ടാകും. കയ്യിനോ കാലിനുള്ള തളർച്ച, നടക്കാൻ പറ്റാത്ത അവസ്ഥ, ബാലൻസിങ്ങിൻ്റെ പ്രോബ്ലംസ്. ഈ പ്രോബ്ലംസ് എല്ലാം റിക്കവർ ചെയ്യുന്നതിന് വേണ്ടി, അതെല്ലാം തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റീഹാബിലിറ്റേഷൻ പ്രോസസ്സ് നടത്തുന്നത്. സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം, അതിനെ തടയുക എന്നുള്ളതാണ് ഈ വേൾഡ് സ്ട്രോക്ക് ഡേയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഒരു നേരിയ സംശയം
അവിടെ തുടങ്ങുന്നു നമ്മളുടെ സമയം. ഫാസ്റ്റ് ഈസ് ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് സ്ട്രോക്ക്.